കൂട്ടുകാരെ 1997 ഒരു സിനിമ റിലീസ് ചെയ്തു, ആനക്കോണ്ട. ആ കാലത്ത് ആ സിനിമ കണ്ടവർക്ക് ഒരു കാര്യം നന്നായി അറിയാം, ആ ഒരു വൈബ് ഒരു രക്ഷയുമില്ലായിരുന്നു. അതിനുശേഷം പല അനക്കൊണ്ട സിനിമകളും വന്നു, പക്ഷെ ഒന്നും ആ ഒറിജിനൽ നൽകിയ ഫീൽ തന്നില്ല, ഒന്നും തന്നെ. ഇപ്പോൾ 2025 ആനക്കോണ്ട റിട്ടേൺസ് എന്ന പുതിയ സിനിമ കൂടി എത്തിയിരിക്കുന്നു. ഈ സിനിമ ആ ഒറിജിനൽ അനക്കൊണ്ടയെ തോൽപ്പിക്കുമോ, അല്ലെങ്കിൽ ഇത് മറ്റൊരു ഡിസപ്പോയിൻമെൻ്റ് ആകുമോ? അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലെറ്റ്സ് ഡൈവ് ഇൻ. കഥ തുടങ്ങുന്നത് ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിൽ നിന്നാണ്. ആന എന്ന പെൺകുട്ടി തന്റെ പാർട്ട്ണറിനോട് പറയുന്നു, കാർ വഴി എത്താവുന്നിടത്തോളം അവർ വന്നിരിക്കുന്നു, ഇനിയൊരു ബോട്ട് വേണം. 2 ദിവസത്തിനുള്ളിൽ അവർ ലക്ഷ്യസ്ഥാനത്തെത്തും. അവൻ അവളെ തടഞ്ഞു പറയുന്നു, ഇത് ചെയ്യരുതെന്ന്. കാട്ടിലെന്തോ ഒന്ന് ശരിയല്ലെന്ന് അയാൾക്ക് തോന്നുന്നു. അപ്പോഴേക്കും പുറത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. ആന കേർട്ടൻ മാറ്റി നോക്കുന്നു. ഒരു കുരങ്ങ് മാത്രമാണ് അവിടെ. അവൾ പറയുന്നു, ഇപ്പോൾ നിർത്താൻ തനിക്ക് കഴിയില്ല. ലക്ഷ്യസ്ഥാനത്തുള്ളത് തൻ്റെ ജീവിതം മാറ്റിമറിക്കും. അവൾ ഒറ്റയ്ക്ക് പോകുന്നു. പക്ഷെ 2 ആളുകൾ അവളെ കാത്തിരിക്കുന്നുണ്ട്. അവർ ഉടൻ അവളുടെ പിന്നാലെ ഓടുന്നു. പക്ഷെ ആന ഒരു ബൈക്ക് ഉപയോഗിച്ച് കാടിൻ്റെ പുറത്ത് കിടക്കുന്നു. ആ 2 പേർ ഒരു ചങ്ങാടത്തിൽ കയറുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ആനാക്കോണ്ട വന്ന് അത് മറിക്കുന്നു. ഒരാളെ ഞെരിച്ചു കൊല്ലുന്നു. ഡഗ് ഒരു വെഡിങ് വീഡിയോഗ്രാഫറാണ്. ബേസിക്കലി ഹൊറർ എലമെന്റ്സ് ഉള്ള വീഡിയോസ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആൾ. പക്ഷേ ക്ലയൻസിന് ഹൊറർ ഫിലിം ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഡഗ് അവരെ കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. പക്ഷെ അവർ പറയുന്നു, ഇത് തങ്ങളുടെ കല്യാണമാണ്, അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ വേറൊരാളെ നോക്കുമെന്ന്. ഗ്രിഫ് ആകട്ടെ ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറാണ്. ഇയേഴ്സ് കഴിഞ്ഞ് എക്സ്ട്രാ ഒരു ജോബ് കിട്ടിയ ആൾ. രംഗങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അയാൾ ആലോചിക്കുന്നു. സെറ്റിൽ ചെന്നൊരു ആക്സെന്റ് ഉപയോഗിക്കുന്നു. ഷോർട്ട് കട്ടാവുന്നു. നോർമലി ചെയ്യൂ എന്ന് പറയുന്നു. റിപ്പീറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിട്ടും എക്സ്ട്രാ വർക്ക് ചെയ്ത് ഫൈനലി ജോബിൽ നിന്ന് ഫയർഡ് ആവുന്നു. തിരിച്ചു വരുന്ന വഴി ഒരു ആനാക്കോണ്ട പോസ്റ്റർ കണ്ടവനൊന്ന് നിൽക്കുന്നു. ചെറുപ്പത്തിൽ ഇഷ്ടത്തോടെ കണ്ടിരുന്ന ഫിലിമാണത്. ഗ്രിഫിന് ഡഗിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. ഗ്രിഫിന് ഒരു പുതിയ വേഷം നേടിയെന്ന് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബഫലോയിലേക്കൊന്ന് വരൂ, ഓൾ മിസ് യു. അത് കഴിഞ്ഞ് ഡഗിന്റെ ബോസ് അയാളെ നേരിടുന്നു. ക്ലയന്റുകൾക്ക് മേൽ സ്വന്തം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ബോസ് പറയുന്നു, ഡഗിന് ഗുഡ് ലൈഫ് ഉണ്ട്, ആ ഡെഡ് ഡ്രീമിന് വേണ്ടി നശിപ്പിക്കരുത്. ഡഗിന്റെ ബർത്ത്ഡേ ദിവസം വൈഫ് മലിയർ ഡിസപ്പോയിന്റഡ് ആണ്. സെലിബ്രേറ്റ് ചെയ്യാൻ ഡഗിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ചെല്ലുന്നു. സർപ്രൈസ് പാർട്ടി കണ്ട് ഷോക്ഡ്. ഇത് മകൻ ചാർലിന്റെ ഐഡിയ ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് കെന്നിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്ലെയർ ലോ ഫേമിൽ നിന്ന് ലോങ് ബ്രേക്ക് എടുത്ത് സമ്മറിന് വന്നിരിക്കുകയാണ്. ഹസ്ബൻഡ് ചീറ്റ് ചെയ്ത് ഡിവോഴ്സ് പ്രോസസ്സിലാണ് എന്നും പറയുന്നു. പക്ഷെ ഡഗിന് ഏറ്റവും ഷോക്കിംഗ് ആയ കാര്യം ഗ്രിഫ് അവിടെ ഉണ്ട് എന്നതാണ്. ഗ്രിഫ് ടോസ്റ്റ് ഉയർത്തി പറയുന്നു, ചെറുപ്പത്തിൽ 4 പേരും പാഷനേറ്റ് ഫിൽം മേക്കേഴ്സ് ആയിരുന്നു. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട മൂവി ടേപ്പ് കൊണ്ടുവന്ന് എല്ലാവരെയും സർപ്രൈസ് ചെയ്യുന്നു. ടേപ്പ് പ്ലേ ചെയ്യുന്നു. ഘോറി ഫിലിമാണ്, സേഴ്സിംഗും നിറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്ന് ഗ്രിഫും ക്ലെയറും ഒരു കാലത്ത് പ്രണയത്തിലായിരുന്നെന്ന് വ്യക്തം. ലോങ് ടൈമിന് ശേഷം 4 ഫ്രണ്ട്സും ഓൾഡ് മെമ്മറീസിൽ എൻജോയ് ചെയ്യുന്നു. നെക്സ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസിൽ മീറ്റ് ആകുന്നു. കുട്ടിക്കാലത്ത് ആനക്കോണ്ട ഇനോട് എത്ര ഇഷ്ടമായിരുന്നു എന്ന് ഓർക്കുന്നു. അപ്പോഴേക്കും ഗ്രിഫ് എല്ലാവരെയും ഒന്ന് സർപ്രൈസ് ചെയ്യുന്നു. ആനക്കോണ്ടയുടെ റൈറ്റ്സ് വാങ്ങിയതായി അറിയിക്കുന്നു. എക്സൈറ്റഡ് ആകുന്നു. ഇനി ഇതുകൊണ്ട് എന്ത് ചെയ്യും? ഗ്രിഫ് പറയുന്നു, അവർക്ക് ഒരുമിച്ച് ഫിലിം ഉണ്ടാക്കാം. ഗ്രിഫും ക്ലെയറും ആക്ട് ചെയ്യും. കെന്നി ക്യാമറ പേഴ്സൺ, ഡഗ് ഡയറക്ടർ. ഡഗിന് ഷുവറില്ല. കെന്നി ഉടൻ സന്തോഷത്തോടെ സമ്മതിക്കുന്നു. ക്ലെയറും ഉറപ്പില്ലാതിരിക്കുന്നു. പക്ഷേ ഗ്രിഫിന്റെ നിർബന്ധത്തിൽ ഒടുവിൽ ക്ലെയർ സമ്മതിക്കുന്നു. ഡഗ് ആകട്ടെ ഒട്ടും ഇളകുന്നില്ല. ഒരു കുടുംബമുള്ള ആൾ ജോലി ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് പറയും. ഗ്രിഫ് ഡ്രീംസ് ഓർമ്മിപ്പിക്കുന്നു. ഡഗ് ഇളകുന്നില്ല. വീട്ടിൽ ചെന്നപ്പോൾ ചാർലി ടേപ്പ് കണ്ടിരിക്കുകയാണ്. വൈഫ് മലിയറും ഫിലിം ഉണ്ടാക്കാൻ പോകൂ എന്ന് പറയുന്നു. ഡഗ് പറയുന്നു, ഇത്ര റിഡിക്കുലസ് ആയൊരു കാര്യത്തിന് ചിലവഴിക്കാനുള്ള വഴിയൊന്നുമില്ല. രാത്രിയിൽ ക്ലയന്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ഡഗ് കണ്ടു. അതാണ് ഡഗിന്റെ മനസ്സ് മാറ്റിയത്. ഉടൻ ഗ്രിഫിന്റെ വീട്ടിലേക്ക് ഓടുന്നു. ആ ഫിലിം ചെയ്യുമെന്ന് ഉറപ്പ് പറയുന്നു. ആമസോണിൽ പോകണം. ഒരു പ്രൈവറ്റ് ബോട്ട് വേണം. ഒരു ആനക്കോണ്ട അതിന് റെന്റ് ചെയ്യണം. ആകെ $2 മില്യൺ വേണം. ലോൺ അപ്ലൈ ചെയ്യുന്നു. കിട്ടുന്നത് $9,000 മാത്രം. ബഡ്ജറ്റ് ചെയ്ത് $47,000 ഒതുക്കുന്നു. ഗ്രിഫ് പറയുന്നു, മൂവിക്കൊരു ആഴത്തിലുള്ള തീം വേണം. ഡഗ് പറയുന്നു, ജനറേഷണൽ ട്രോമ ആവും തീം. ആ സ്ക്രിപ്റ്റ് ഡഗ് ഗ്രൂപ്പിനോട് വായിച്ച് കേൾപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാകുന്നു. കെന്നി ഡഗിനോട് ക്ഷമ ചോദിക്കുന്നു. എന്തുണ്ടായെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. ഡഗ് വിശദീകരിക്കുന്നു, കെന്നി ഒരിക്കൽ കൂടെ ജോലി ചെയ്തിരുന്നു. ഒരു ദിവസം കുടിച്ചു വന്ന് ദമ്പതികളുടെ കേക്ക് തകർത്തു. ഡഗിന് കെന്നീനെ പിരിച്ചുവിടേണ്ടി വന്നു. കെന്നി ഇപ്പോൾ സോബറാണ്. ഇടയ്ക്ക് ബിയർ കുടിക്കും. ഡഗ് പറയുന്നു, കൂട്ടുകാരാണ്, ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കും.
ഡിപ്പാച്ചർ ഡേ വരുന്നു. ചാർലീൻ ഒരു ഓസ്കാർ ട്രോഫി ഉണ്ടാക്കി ഡഗ്ഗിന് കൊടുക്കുന്നു. അന്ന ഒരു വില്ലനിൽ നിന്ന് മറിഞ്ഞ് ഡോക്കിലെത്തുന്നു. ടീംസും ഡോക്കിനെത്തുന്നു. ഡഗ് പറയുന്നു, ആനക്കോണ്ടാക്കളുടെ ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ കാത്തുകിടക്കും, ഇര കിട്ടുമ്പോൾ ഞെരിച്ചു കൊല്ലും. പിന്നിൽ നിന്ന് ഒരു അപരിചിതൻ പ്രത്യക്ഷപ്പെട്ട് ഡഗ്ഗിന്റെ വാക്കുകൾ ശരിവെക്കുന്നു. തന്റെ അമ്മൂമ്മ ഇങ്ങനെയാണ് മരിച്ചതെന്ന് പറയുന്നു. കെന്നി ചോദിക്കുന്നു, ആരാണത്? ആ മനുഷ്യൻ പറയുന്നു, ഇവർ നിയമിച്ച ചെയ്ത് സ്നേക്ക് ഹാൻഡ്ലർ സാന്റിയാഗോ ആണ്. സാന്റിയാഗോ ആനക്കോണ്ടായിനെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. ആ പാമ്പ് ദയനീയ അവസ്ഥയിലാണ് കണ്ടത്. ഇല്ലീഗൽ ഗോൾഡ് മൈനേഴ്സ് ഭൂമിയിലിടുന്ന മേർക്കുറി ആ പാമ്പ് കഴിക്കുകയായിരുന്നു. മരണവക്കിലായിരുന്ന ആ ആനക്കോണ്ടായിനെ സാന്റിയാഗോവും തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ആ പാമ്പ് തൻ്റെ മകനെ പോലെ. ആ പാമ്പ് ആറ്ററാണ്. കൂടുതൽ വലിയ ആനക്കോണ്ടാക്കൾ കാട്ടിനുള്ളിൽ ഉണ്ടായിരിക്കുമെന്നും സാന്റിയാഗോ പറയുന്നു. ആന്ന ഒരു കാഫേയിൽ ഒളിക്കുന്നു. ആ ആളുകൾ അവിടെയും അവളെ കണ്ടെത്തുന്നു. ആന്ന ഒരു ബോട്ടിൻ്റെ താക്കോലുള്ള ആളെ ശ്രദ്ധിക്കുന്നു. ആ ബോട്ട് കാഫേയുടെ പുറത്ത് നിർത്തിയിരിക്കുന്നു. ഒരു പ്ലാൻ ഉദിക്കുന്നു. ഗ്രിഫ് ക്ലെയറിനോട് സാന്റിയാഗോക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്നു. ക്ലെയർ പറയുന്നു, ആനക്കോണ്ട ഫിലിമിനു വേണ്ടി ജോലി ഉപേക്ഷിച്ച് വന്ന ഇവരും ഭ്രാന്തന്മാർ തന്നെ. ആന്ന ബോട്ടിൽ കയറി പറയുന്നു, ഇത് അവളുടെ അച്ഛനാണ് ബുക്ക് ചെയ്തത്. അദ്ദേഹം ആശുപത്രിയിലായതുകൊണ്ട് ട്രിപ്പ് ക്യാൻസലാണ്, റീഫണ്ട് ചെയ്യാം. എല്ലാവരും അങ്കലാപ്പിലാകുന്നു. ഡഗ് കേണു പറയുന്നു, ഒരുപാട് കാലത്തിന് ശേഷം കുട്ടിക്കാലത്തെ സ്വപ്നത്തിൽ ജോലി ചെയ്യാനുള്ള ഒരവസരം. ആന്ന ആ ആളുകൾ അറുക്കുന്നത് കണ്ട് സഹായിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാവരും ബോട്ടിൽ കയറുന്നു. ആന്ന ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്നയെ പിന്തുടരുന്ന ആൾ ഡോക്ക് മാസ്റ്ററിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ 30 മിനിറ്റിൽ ഇറങ്ങിയ ബോട്ടുകളുടെ ലിസ്റ്റ് ചോദിക്കുന്നു. അടുത്ത ദിവസം രാവിലെ മറ്റൊരു ലൊക്കേഷനിൽ നിർത്തി ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. ക്ലെയർ ഒരു ബയോളജിസ്റ്റിന്റെ വേഷം കൈകാര്യം ചെയ്യുന്നു. ഗ്രിഫ് ഒരു പാമ്പ് ട്രാക്കറായാണ് അഭിനയിക്കുന്നത്. ക്ലെയറിന്റെ മുഴുവൻ കുടുംബത്തെയും വിഴുങ്ങിയതായി പറയപ്പെടുന്ന ഒരു മിത്തിക്കൽ അനാക്കോണ്ടയെ വേട്ടയാടാൻ ആ ബയോളജിസ്റ്റ് ട്രാക്കറെ നിയമിക്കുന്ന കഥയാണ് സിനിമയുടെ പ്രമേയം. ഗ്രിഫ് പറയുന്നു, താനും ഡഗും ഒരുമിച്ച് ലോസ് ആഞ്ചലസിൽ സിനിമകൾ ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന്. എന്നാൽ അവസാന നിമിഷം ഡഗ് പിന്നിലേക്ക് മാറി നിന്നു. ഷൂട്ടിംഗിൽ സാന്റിയാഗോ സഹായിക്കുകയും പാമ്പുകളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ക്ലെയറും ഗ്രിഫും ഹൈസ്കൂൾ കാലത്ത് ഡേറ്റ് ചെയ്തിരുന്നുവെന്ന കാര്യം പുറത്തുവരുന്നു. ഇന്നും അവരുടെ ഇടയിൽ ആ പഴയ സ്പാർക്ക് നിലനിൽക്കുന്നതായി വ്യക്തമാണ്. അടുത്തു വരാനുള്ള ഒരു അവസരവും അവർ നഷ്ടപ്പെടുത്തുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണിത് എന്നും ഇത് നേരത്തെ തന്നെ ആരംഭിക്കേണ്ടിയിരുന്നുവെന്നും ഗ്രിഫ് പറയുന്നു. എല്ലാവരും ഒരുമിച്ച് ഡിന്നറിനിരിക്കുന്നു. ഗ്രിഫിനൊരു പുതിയ പ്ലാനുണ്ട്. സിനിമയുടെ അവസാനം വില്ലന്റെ മനസ്സ് മാറുന്നതിനു പകരം ക്ലെയറിന്റെ കഥാപാത്രം അവനെ ഹെഡ്ബട്ട് ചെയ്യണമെന്നാണ് ഗ്രിഫിന്റെ നിർദ്ദേശം. ക്ലെയറിന് ഈ ആശയം ഒട്ടും ഇഷ്ടമല്ലെങ്കിലും മറ്റുള്ളവരെല്ലാവരും സമ്മതിക്കുന്നു. ഗ്രിഫ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഇതിലും നന്നായി ചെയ്യാമെന്ന് പറഞ്ഞ് ഡഗ് തൻ്റെ വേർഷൻ കാണിക്കുന്നു. ഒടുവിൽ എന്നെ ആരും മറികടക്കില്ല എന്ന പോലെ ക്ലെയർ എല്ലാവരെയും മറികടക്കുന്നു. ഗ്രൂപ്പിൽ രസകരമായ തമാശകളും കളിയൊക്കെയും പൊട്ടിപ്പുറപ്പെടുന്നു. എന്നാൽ ഈ മുഴുവൻ കളിയൊക്കെ അന്നയ്ക്ക് അല്പം അസഹനീയമായി തോന്നുന്നു. രാത്രിയിൽ പാമ്പ് തൻ്റെ കൂടിൽ നിന്ന് രക്ഷപ്പെടുന്നു. എല്ലാവരും ഗാഢനിദ്രയിലാണ്. അത് ഗ്രിഫിൻ്റെ അടുത്തേക്ക് പതുക്കെ എത്തുന്നു. ഭയത്തിൽ ഗ്രിഫ് വിറച്ചു നിൽക്കുന്നു. എന്നാൽ പാമ്പ് യഥാർത്ഥത്തിൽ ഒരു പക്ഷിയെ വേട്ടയാടാനാണ് വന്നിരിക്കുന്നത്. ഗ്രിഫ് കെനിയോട് ചോദിക്കുന്നു, സർട്ടിഫിക്കറ്റ് പരിശോധിക്കാതെ സാന്റിയാഗോക്ക് ജോലി നൽകിയതെങ്ങനെ? സാന്റിയാഗോ പറയുന്നു, അതൊരു അപകടം മാത്രമായിരുന്നു. പെട്ടി ശരിയാക്കി കഴിഞ്ഞു. പാമ്പ് തൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കും. ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. അടുത്ത ദിവസം രാവിലെ അന്ന മാപ്പ് നോക്കി ലക്ഷ്യസ്ഥാനത്തെത്താൻ എത്ര സമയം വേണ്ടിവരുമെന്ന് കണക്കാക്കുന്നു. ഗ്രിഫ് അനക്കോണ്ടയിനൊപ്പം ഷൂട്ട് തുടങ്ങുന്നു. ഗ്രിഫിന് ഭയത്തിൽ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. സീൻ കട്ട് ചെയ്യുമെന്ന് ഡഗ് ഇനോട് കേണു പറയുന്നു. ഡഗ് സമ്മതിക്കാതെ സാന്റിയാഗോയുടെ നിയന്ത്രണത്തിലാണ് എല്ലാമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും പറഞ്ഞു ആശ്വസിപ്പിക്കുന്നു. ചിത്രീകരണം വീണ്ടും ആരംഭിക്കുന്നു. എങ്കിലും ഗ്രിഫ് ഇപ്പോഴും ഭയന്ന നിലയിലാണ്. പാമ്പ് അടുത്തേക്കെത്തുമ്പോൾ നിർത്തൂ നിർത്തൂ എന്നപേക്ഷിക്കുന്നു. എന്നാൽ സീനിൽ മുഴുകിയ ഡഗ്ഗിന് അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഭയത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഗ്രിഫ് പാമ്പിനെ ബോട്ടിൽ നിന്ന് കാൽ കൊണ്ട് തള്ളുന്നു. അത് ബോട്ടിന്റെ പ്രൊപ്പല്ലറുമായി ഇടിച്ച് കഷണങ്ങളാകുന്നു. സാന്റിയാഗോ തകർന്നു പോകുന്നു. കെനിയും അത് കണ്ടു കരയുന്നു. ഗ്രിഫിന് ഈ വിഷമത്തിന്റെ കാരണമൊന്നും മനസ്സിലാകുന്നില്ല. പാമ്പ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അത് കേട്ട് സാന്റിയാഗോ നിയന്ത്രണം വിട്ട് ഗ്രിഫ് തന്റെ മകനെ തന്നെയാണ് കൊന്നതെന്ന് ആരോപിക്കുന്നു. ഇവിടെ നിന്ന് പോകാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഡഗ്ഗും അതുതന്നെയാണ് നല്ലതെന്ന് സമ്മതിക്കുന്നു. അവർ പാമ്പിന് അവസാന കർമ്മങ്ങൾ നടത്തി ദഹിപ്പിക്കുന്നു. അന്നയുടെ ബോട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരാളു തന്റെ മേലാധികാരിയെ വിവരമറിയിക്കുന്നു. വെള്ളത്തിനുള്ളിൽ എന്തോ സ്പർശിച്ചതുപോലെ അവന് തോന്നുന്നു. പരിശോധിച്ചപ്പോൾ ഒന്നും കാണുന്നില്ല. വീണ്ടും ജോലിയിൽ ശ്രദ്ധ തിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു അനാക്കോണ്ട
അവനെ വെള്ളത്തിലേക്ക് വലിച്ചിഴക്കുന്നു. ഗ്രിഫ് സാന്റിയാഗോയോട് സംസാരിക്കാനെത്തുന്നു. ഇപ്പോഴും കോപത്തിലായ സാന്റിയാഗോ അവനെ പോകാൻ പറയുന്നു. ഗ്രിഫ് മറുപടി നൽകുന്നു. ആ വേദന തനിക്കറിയാം. താനും അടുത്തിരുന്ന ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ബിയർ നൽകുകയും മരുന്നും കൂടി കഴിക്കുകയും ചെയ്യുന്നു. പതിയെ അന്തരീക്ഷം ശാന്തമാകുന്നു. തൻ്റെ തളർന്നു പോകുന്ന അഭിനയ ജീവിതത്തെക്കുറിച്ച് ഗ്രിഫ് തുറന്നു പറയുന്നു. വാറ്റ് എന്ന പരമ്പരയിൽ 4 സീസൺ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ തന്നെ പുറത്താക്കിയതായും പറയുന്നു. സാന്റിയാഗോ അവനെ ആശ്വസിപ്പിച്ച് അത് അദ്ദേഹത്തിന് അർഹിച്ചതല്ലെന്നും ഇനിയും താരം തന്നെയാണെന്നും പറയുന്നു. ഈ സിനിമ പൂർത്തിയാക്കൂ, വീണ്ടും ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാമെന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റൊരു പാമ്പിനെ കണ്ടെത്താനുള്ള വേട്ടയിൽ കൂടെ വരാൻ സാന്റിയാഗോ ഗ്രിഫിനെ ക്ഷണിക്കുന്നു. അവർ കാടിൻ്റെയും ചതുപ്പ് നിലത്തിൻ്റെയും അകത്തേക്കിറങ്ങുന്നു. ഓരോരോ ശബ്ദവും ഗ്രിഫിനെ ഭയപ്പെടുത്തുന്നു. ഇത് മോശം തീരുമാനമായിരുന്നോ എന്ന് അദ്ദേഹം സംശയിക്കുന്നു. സാന്റിയാഗോയ്ക്ക് സമീപത്ത് പാമ്പുണ്ടെന്നൊരു തോന്നലുണ്ടാകുന്നു. നിലത്തിലെ ചലനങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ വൻ അനാക്കോണ്ട അടുത്തു തന്നെയുണ്ടെന്ന് അവർ അറിയുന്നില്ല. ഒരു ഘട്ടത്തിൽ ഗ്രിഫ് സാന്റിയാഗോയെ ഒന്ന് കാണാതാവുന്നു. അന്വേഷിക്കുന്നതിനു പകരം ഭയന്ന് ഓടിത്തുടങ്ങുന്നു. സാന്റിയാഗോയ്ക്ക് പാമ്പിന്റെ സാന്നിധ്യം വ്യക്തമായി തോന്നുന്നു. ഒരു ഫ്ലെയർ തെളിച്ച് തന്റെ സാന്നിധ്യം അറിയിക്കുന്നതിനിടെ അനാക്കോണ്ട അവനെ ചുറ്റിപ്പിടിച്ച് വെള്ളത്തിനുള്ളിലേക്ക് വലിച്ചിറക്കുന്നു. ഗ്രിഫ് ഓടിയെത്തി ഡഗിനോട് നടന്നതെല്ലാം പറയുന്നു. സാന്റിയാഗോ പരിചയസമ്പന്നനാണെന്നും അദ്ദേഹം സുഖമായിരിക്കുമെന്നും ഡഗ് പറയുന്നു. 2 മണിക്കൂറിനുള്ളിൽ തിരികെ വന്നില്ലെങ്കിൽ അന്വേഷിക്കാമെന്നും തീരുമാനിക്കുന്നു. ഇതിനിടെ കെമി സാന്റിയാഗോയുടെ ഡ്രഗ് കണ്ടെത്തി ഒന്നും ചിന്തിക്കാതെ കടിക്കുന്നു. സമയം കടന്നുപോകുമ്പോൾ ക്ലെയറും ഡഗും ഇനി കാത്തിരിക്കാതെ അന്വേഷിക്കാൻ പോകണമെന്ന് പറയുന്നു. എന്നാൽ മരുന്നിന്റെ സ്വാധീനത്തിൽ കെനി അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട നിലയിലാണ്. സമയം കളയാനില്ലെന്ന് പറഞ്ഞ് ഡഗ് സംഘം മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നു. കാടിലൂടെ നടന്നു പോകുന്നതിനിടെ അവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു വാൻ കാണുന്നു. അതേസമയം മറ്റൊരു സംഘം ബോട്ടിലെത്തി അത് ശൂന്യമാണെന്ന് കണ്ടെത്തുന്നു. അന്നയെ കാട്ടിൽ അന്വേഷിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഗ്രൂപ്പ് വാനിൽ കയറുന്നു. പുറത്തേക്ക് എന്തോ ഇഴയുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. അപ്രതീക്ഷിതമായി സാന്റിയാഗോയുടെ മൃതദേഹം മുന്നിലേക്ക് വീഴുന്നു. എല്ലാവരും ഭയന്ന് നിശ്ചലരാകുന്നു. അതോടെയാണ് അനാക്കോണ്ട ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. പാമ്പ് വാനിനെ തകർക്കുന്നതിന് മുമ്പ് വാഹനം സ്റ്റാർട്ട് ചെയ്യൂ എന്ന് അന്ന വിളിച്ചു പറയുന്നു. ഗ്രിഫ് ശ്രമിച്ചെങ്കിലും വാഹനം പ്രവർത്തിക്കുന്നില്ല. 2 ബാറ്ററികൾ ബന്ധിപ്പിച്ച് ശരിയാക്കണമെന്ന് കെനി പറയുന്നു. പക്ഷെ ലഹരിയിലായതിനാൽ ചെയ്യാൻ കഴിയുന്നില്ല. ഡഗ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വീണ്ടും ഗ്രിഫിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. വേറെ മാർഗമില്ലാത്തതിനാൽ ഡഗ് തന്നെ ശരിയാക്കാൻ മുന്നോട്ട് വരുന്നു. ഹുഡ് തുറന്ന് പ്രശ്നം പരിഹരിച്ചതോടെ ഗ്രിഫ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. അതേസമയം അനാക്കോണ്ട ആക്രമിക്കുന്നു. വാൻ വേഗത്തിൽ മുന്നോട്ടു പോകുന്നു. ഡഗ് അകത്ത് കയറാൻ വിജയിക്കുന്നു. പിന്നിൽ ബൈക്കുകളിൽ ചിലർ പിന്തുടരുന്നു. സഹായം തേടണമെന്ന് കെനി പറയുന്നു. എന്നാൽ വാഹനം നിർത്തരുതെന്ന് ആന്ന ഉറച്ചു പറയുന്നു. ഇവർ അനധികൃത ഖനന തൊഴിലാളികളാണ്. അവരുടെ പ്രദേശത്ത് കടന്നാൽ എല്ലാവരും അടുത്ത ഇരയാകും. ആന്ന ഒരു തോക്ക് കണ്ടെത്തി പിന്തുടരുന്നവരെ ഒരൊന്നായി എളുപ്പത്തിൽ കീഴടക്കുന്നു. അവർ ബോട്ടിലെത്തുന്നു. ഇവിടെ നിന്ന് ഉടൻ പുറപ്പെടണമെന്ന് ആന്ന തീരുമാനിക്കുന്നു. ബോട്ടിലേക്ക് കയറുന്നതിനിടെ ഒരാൾ തോക്ക് ചൂണ്ടി ആന്നയെക്കുറിച്ച് ചോദിക്കുന്നു. ക്ലെയർ തനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നു. അതേസമയം ആന്ന പിന്നിൽ നിന്നെത്തി അവനെ ബോധരഹിതനാക്കുന്നു. സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അന്ന മാപ്പ് പരിശോധിച്ച് പറയുന്നു, സമീപത്തൊരു വിമാനത്താവളമുണ്ട്. 1 ദിവസത്തിനുള്ളിൽ അവിടെ എത്താം. എല്ലാവരെയും അവിടെ ഇറക്കി സുരക്ഷിതമായി മടങ്ങാം. ഡഗ് അതിൽ സമ്മതിക്കുന്നു. സിനിമ ഇവിടെ തന്നെ നിർത്തേണ്ട സമയമായെന്ന് പറയുന്നു. ഗ്രിഫ് അത് കേട്ട് മനസ്സലിഞ്ഞു പോകുന്നു. ഡഗ് വിശദീകരിക്കുന്നു, എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്. ഒരു സിനിമയ്ക്കായി ജീവൻ അപകടത്തിലാക്കാൻ കഴിയില്ല. മറ്റൊരു വഴിയില്ലാത്തതിനാൽ ഒടുവിൽ എല്ലാവരും അതിൽ സമ്മതിക്കുന്നു. ആ രാത്രി ഡഗ് ഒറ്റയ്ക്ക് എഴുത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ആശയം മനസ്സിലുദിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അടിയന്തര യോഗം വിളിക്കുന്നു. കഥയ്ക്കൊരു പുതിയ വഴിത്തിരിവ് അദ്ദേഹം അവതരിപ്പിക്കുന്നു. കഥയിൽ നായകനും നായികയും ഒരു അത്ഭുതകരമായ യോദ്ധാവിനെ കാണും. ആ യോദ്ധാവ് അനധികൃത സ്വർണ്ണഖനന സംഘത്തെ പുറത്തുകൊണ്ടുവരും. സംഘം ഒന്നിച്ചു ചേർന്ന് യഥാർത്ഥ വില്ലന്മാരെ പിടികൂടും. ഗ്രിഫ് അതിൽ ആവേശപ്പെടുന്നു. ഇത് പുരസ്കാരത്തിന് പോലും അർഹമായ കഥയാകുമെന്ന് പറയുന്നു. എല്ലാവരും സമ്മതിക്കുന്നു. കെനി യോദ്ധാവിന്റെ വേഷം ചോദിക്കുമ്പോൾ ഡഗ് അന്നയെ ആ കഥാപാത്രമായി തിരഞ്ഞെടുക്കുന്നു. അന്നയുടെ പ്രകടനം അതിശയകരമാകുന്നു. ഡഗ് അതിൽ ആകർഷിതനാകുന്നു. ഗ്രിഫ് ശ്രദ്ധിക്കുന്നു, കഥയിൽ അന്നയ്ക്ക് വളരെയധികം പ്രാധാന്യം ലഭിക്കുന്നു. തങ്ങളുടേതായ കഥാപാത്രങ്ങൾ പിന്നിലേക്ക് പോകുകയാണ്. എന്നാൽ പ്രകടനത്തിൽ മുഴുകിയ ഡഗ് ബാക്കി സംഘത്തിന് 1 ദിവസം വിശ്രമം നൽകുന്നു. സ്വന്തം സുഹൃത്തു തന്നെ പുറത്താക്കുന്നത് പോലെ തോന്നുന്നതിൽ ക്ലെയർ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗ്രിഫ് ശാന്തമായി പറയുന്നു, ഇതാണ് സിനിമാ ലോകത്തിന്റെ സ്വഭാവം. അതിനിടെ ഗ്രിഫ് ക്ലെയറിന്റെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നു. ക്ലെയർ സമ്മതിക്കുന്നു. ഗ്രിഫ് തന്റെ സ്വപ്നങ്ങളെ പിന്തുടർന്നപ്പോൾ താൻ സ്ഥിരതയുള്ള ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗ്രിഫ് മറുപടി പറയുന്നു, വർഷങ്ങളായി താൻ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്.
അടുത്ത ദിവസം രാവിലെ ഡഗ് ഗ്രിഫിനെ വിളിക്കുന്നു. എന്നാൽ ഗ്രിഫ് തയ്യാറായ നിലയിലില്ല. അന്ന ഇപ്പോൾ പദ്ധതിയുടെ ചുമതല ഏറ്റെടുത്തതിനാൽ ഇനി ചിത്രീകരണം നടക്കില്ലെന്ന് അവൻ പറയുന്നു. സംസാരത്തിനിടെ ഡഗിന്റെ വിവാഹ വീഡിയോ ബിസിനസ്സിനെ ഗ്രിഫ് പരിഹസിക്കുന്നു. അതേസമയം സമീപത്ത് മറ്റൊരു ബോട്ട് എത്തുന്നതു അവർ ശ്രദ്ധിക്കുന്നു. അതൊരു ചിത്രീകരണ സംഘമാണ്. അവരിലൊരു യുവതി പറയുന്നു അനാക്കോണ്ടയുടെ ഔദ്യോഗിക അവകാശങ്ങൾ അവർ സ്വന്തമാക്കിയതും സിനിമയുടെ പുതിയ പതിപ്പ് ഒരുക്കുകയാണെന്നും. ഇത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. അവകാശങ്ങളെക്കുറിച്ച് ഗ്രിഫിനോട് ചോദ്യമുയരുന്നു. ഗ്രിഫ് മറുപടി നൽകുന്നു. കാര്യങ്ങൾ സാങ്കേതിക വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ലെന്നും വാക്കുകളുടെ വ്യാഖ്യാനത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്നും. അത് കേട്ട് ഡഗ് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. സ്വന്തം സ്വാർത്ഥതയ്ക്കായി ഗ്രിഫ് എല്ലാവരോടും കള്ളം പറഞ്ഞുവെന്ന് ആരോപിക്കുന്നു. ഒടുവിൽ ഗ്രിഫ് തളർന്ന് തുറന്നു പറയുന്നു, കള്ളം പറഞ്ഞില്ലെങ്കിൽ ആരും ഇവിടെ വന്നിരിക്കില്ലായിരുന്നു. ലോസ് ആഞ്ചലസിലേക്ക് ഒരുമിച്ച് പോകാമെന്ന് വാഗ്ദാനം ചെയ്ത് അവസാന നിമിഷം പിന്മാറിയത് ഡഗ് തന്നെയാണെന്നും പറയുന്നു. ഇത് കേട്ട് ഡഗിന് സഹിക്കാനാകാതെ പോകുന്നു. അദ്ദേഹം ഗ്രിഫിനെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. ഗ്രിഫ് ഉടൻ സ്പീഡ് ബോട്ടിൽ കയറി അവിടെ നിന്ന് പുറപ്പെടുന്നു. ക്ലെയർ അവനെ നിർത്താൻ ശ്രമിച്ചെങ്കിലും ഗ്രിഫ് യഥാർത്ഥ അനാക്കോണ്ടയുള്ള ബോട്ടിലേക്ക് പോയി സഹായം തേടാമെന്ന് പറയുന്നു. നദിയിൽ യഥാർത്ഥ അനാക്കോണ്ട ഉണ്ടെന്ന് ക്ലെയർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഗ്രിഫ് ഒന്നും കേൾക്കാതെ ബോട്ട് ഓടിച്ച് അകന്നു പോകുന്നു. ദീർഘമായ യാത്രയ്ക്ക് ശേഷം അവൻ ചിത്രീകരണ സ്ഥലത്തെത്തുന്നു. അവിടം പൂർണ്ണമായും നശിച്ച നിലയിലാണ്. സംഘത്തിലെ ആളുകളെ വിളിച്ചു പറയുന്നതിനിടെ കാട്ടിനുള്ളിൽ നിന്ന് ഒരു യുവതിയുടെ നിലവിളി കേൾക്കുന്നു. ഗ്രിഫ് അവളെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനാക്കോണ്ട എത്തി അവളെ വിഴുങ്ങുന്നു. ആ കാഴ്ച കണ്ടു ഗ്രിഫ് ഭയത്തിൽ നിശ്ചലനാകുന്നു. അവൻ ഉടൻ ബോട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നു. വഴിമധ്യേ ബോട്ട് നിർത്തുമ്പോൾ അന്ന അടുത്ത ചിത്രീകരണ സ്ഥലം കണ്ടെത്തിയതായി പറയുന്നു. ഗ്രിഫ് ഇല്ലാതെ ചിത്രീകരണം തുടരാനാവില്ലെന്നും അവനെ തിരയണമെന്നും കെനി ആവശ്യപ്പെടുന്നു. അപ്രതീക്ഷിതമായി അന്ന തോക്ക് പുറത്തെടുത്തു. ബോട്ടിൽ നിന്നിറങ്ങൂ എന്ന് നിർദ്ദേശിക്കുന്നു. എല്ലാവരും ഞെട്ടിപ്പോകുന്നു. വേറെ മാർഗമില്ലാതെ തോക്ക് ചൂണ്ടിൽ അവർ അവളെ പിന്തുടരുന്നു. ഇതിനിടെ മറ്റൊരാളും ബോട്ടിലെത്തി കാട്ടിനുള്ളിലേക്ക് പിന്നാലെ പോകുന്നു. ഗ്രിഫ് ബോട്ടിലെത്തുമ്പോൾ ആരും അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. സമീപത്തൊരു പുതിയ സ്പീഡ് ബോട്ട് കാണുന്നു. അതിനുള്ളിൽ ഒരു സ്നൈപ്പർ ഉണ്ടായിരുന്നു. അന്ന സംഘം മുഴുവൻ ആളുകളെയും ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കിടന്നിരുന്ന ചാക്കുകൾ എടുത്ത് ബോട്ടിലേക്ക് കൊണ്ടുപോകാൻ അവൾ നിർദ്ദേശിക്കുന്നു. ഡഗ് ഒരു ചാക്ക് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ സ്വർണ്ണ നാണയങ്ങളാണ്. അന്ന യഥാർത്ഥത്തിൽ ഒരു അനധികൃത സ്വർണ്ണ ഖനന സംഘത്തിന്റെ നേതാവാണെന്ന് അവർ തിരിച്ചറിയുന്നു. അതേസമയം പിന്നിൽ നിന്നൊരാൾ തോക്ക് ചൂണ്ടി അന്നയെ വളയുന്നു. അവൾക്ക് തോക്ക് താഴെ വെക്കേണ്ടി വരുന്നു. ആ ആളു എല്ലാവരോടും പറയുന്നു ബ്രസീലിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് ശൃംഖലകളിൽ ഒന്നിനെ നയിക്കുന്നത് ഈ അന്ന തന്നെയാണെന്ന്. അവൻ ഹാൻഡ് ക്വാഫ് നിലത്തേക്കെറിഞ്ഞ് ഇത് ധരിക്കൂ എന്ന് ഉത്തരവിടുന്നു. ഗ്രിഫ് ആ ആളിനെ വില്ലനെന്ന് തെറ്റിദ്ധരിച്ചു കാലിൽ വെടിവെച്ച് നായകനായി തിരികെ എത്തുന്നു. എന്നാൽ എല്ലാവരും ഉടൻ തന്നെ സത്യം പറയുന്നു, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവരെ രക്ഷിക്കാനായിരുന്നു ശ്രമിച്ചത്. അതേസമയം അന്ന വീണ്ടും തോക്കെടുത്ത് എല്ലാവരെയും നിയന്ത്രണത്തിലാക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ അവസാനമായി അവളെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അന്ന വെടിവെച്ച് അവനെ കൊല്ലുന്നു. അവൾ ക്ലെയറിനെ ലക്ഷ്യമാക്കി വെടിവെക്കാൻ പോകുന്ന സമയത്ത് ക്ലെയറെ സ്നൈപ്പർ തോക്ക് പിടിച്ചെടുത്ത് അന്നയെ ഹെഡ്ബട്ട് ചെയ്യുന്നു. തുടർന്ന് അന്നയെ തോക്ക് ചൂണ്ടിൽ പിടിക്കുന്നു. പക്ഷേ ക്ലെയറിന് വെടിവെക്കാൻ ധൈര്യമില്ലെന്ന് അന്നയ്ക്ക് വ്യക്തമാണ്. അവൾ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അനാക്കോണ്ട എത്തി അവളെ ജീവനോടെ വിഴുങ്ങുന്നു. എല്ലാവരും ഇനി പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുന്നു. അതിനിടെ ഒരു ടാരന്റുല ഡഗിനെ കടിക്കുന്നു. ഉടൻ ഭയം പടരുന്നു. കെനി പറയുന്നു വിഷം കുറയ്ക്കാൻ മുറിവിൽ മൂത്രമൊഴിക്കണം. ഗ്രിഫിൻ അതിന് കഴിയുന്നില്ലെന്ന് പറയുന്നു. ക്ലെയർ ലജ്ജ കൊണ്ട് മുന്നോട്ട് വരാൻ മടിക്കുന്നു. അവസാനം അത് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാളാണ് കെനി. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ അത് ചെയ്യാൻ അവന് ഭയമുണ്ട്. ഡഗ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് തന്റെ ജീവിതത്തിലെ പിഴവുകൾക്ക് പരിഹാരം കാണാനുള്ള അവസരം, ഒരു വിധത്തിലുള്ള മോചന നിമിഷം. ഒടുവിൽ സുഹൃത്തുക്കളുടെ പിന്തുണയോടെ കെനി ധൈര്യം കണ്ടെത്തി ഡഗിന്റെ മുറിവിൽ മൂത്രമൊഴിക്കുന്നു. അവർ വീണ്ടും യാത്ര തുടരുന്നു. വഴിമധ്യേ ഡഗ് ഒടുവിൽ ഒരു സത്യം സമ്മതിക്കുന്നു. തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ധൈര്യം കാണിച്ച ഗ്രിഫിനോട് തനിക്ക് എപ്പോഴും അസൂയയുണ്ടായിരുന്നുവെന്ന്. അപ്രതീക്ഷിതമായി മരങ്ങളുടെ മുകളിൽ നിന്ന് അനാക്കോണ്ട പതിച്ചു വന്ന് ഡഗിനെ പിടിച്ചു വലിച്ചിഴക്കുന്നു. ഗ്രിഫ് ഉടൻ തന്നെ അവനെ രക്ഷിക്കണമെന്നാവശ്യപ്പെടുന്നു. എന്നാൽ ക്ലെയർ ഉടൻ ഇവിടെ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. എല്ലാവരെയും ഈ അപകടത്തിലേക്ക് വലിച്ചിഴച്ചതിൽ ഗ്രിഫ് സ്വയം കുറ്റപ്പെടുത്തുന്നു. ക്ലെയർ അവനെ ആശ്വസിപ്പിക്കുന്നു. എല്ലാവരും സ്വന്തം തീരുമാനപ്രകാരമാണ് ഇവിടെ വന്നത്. ഡഗിന് സംഭവിച്ചതിന് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് പറയുന്നു. അതേസമയം കെനി ഒരു രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തിയതായി പറയുന്നു. പക്ഷേ സ്ഥലം വളരെ തുറന്നതാണ്. ഏത് ദിശയിൽ നിന്നുമെങ്കിലും പാമ്പ് ആക്രമിക്കാം. അതിനാൽ പാമ്പിന്റെ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ടെന്ന് ക്ലെയർ നിർദ്ദേശിക്കുന്നു. അടുത്തിടെ അനാക്കോണ്ടയുടെ ശബ്ദം കേൾക്കുന്നു. ഗ്രിഫ് കാട്ടുപന്നിയുടെ സമീപത്ത് ഡഗിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. കെനി നാഡി പരിശോധിച്ച് അദ്ദേഹം മരിച്ചെന്ന് സ്ഥിരീകരിക്കുന്നു. ഒരു ആശയം മുന്നോട്ട് വെക്കപ്പെടുന്നു. ഡഗിന്റെ മൃതദേഹം തന്നെ ശ്രദ്ധ തിരിക്കാൻ ഉപയോഗിക്കാം. തുറന്ന സ്ഥലത്ത് കെട്ടിവെച്ചാൽ അനാക്കോണ്ട അത് വിഴുങ്ങാൻ വരും. അതിന് സമയമെടുക്കും.
ആ സമയത്ത് രക്ഷപ്പെടാം. അപ്പോൾ മറ്റൊരു മാർഗമില്ലാത്തതിനാൽ എല്ലാവരും അതിൽ സമ്മതിക്കുന്നു. അവർ മൃതദേഹം കെട്ടിവെക്കുന്നു. തുടർന്ന് കെനി ഒരു മരിച്ച അണലിയെ ഡഗിന്റെ വായിൽ വെച്ച് പാമ്പിനെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും ഓടിത്തുടങ്ങുന്നു. അനാക്കോണ്ട തൊട്ടു പിന്നാലെ പിന്തുടരുന്നു. ഓടുന്നതിനിടെ ഗ്രിഫ് അവസാനമായി തന്റെ സുഹൃത്തിനെ നോക്കാൻ തിരിഞ്ഞു നോക്കുന്നു. അതേ നിമിഷം ഡഗ് കണ്ണു തുറക്കുന്നു. അവൻ ജീവനോടെയുണ്ട്. കെനി തെറ്റായി മരിച്ചതായി പ്രഖ്യാപിച്ചതാണ് സത്യം. ഡഗിനോട് ഉടൻ ഓടാൻ ഗ്രിഫ് വിളിച്ചു പറയുന്നു. പിന്നാലെ തന്നെ അനാക്കോണ്ട പായുന്നു. ജീവൻ രക്ഷിക്കാനായി എല്ലാവരും പരമാവധി വേഗത്തിൽ ഓടുന്നു. പാമ്പ് പിന്നിൽ പിന്തുടരുന്നു. അതിനിടെ കാട്ടുപന്നി ജീവനോടെ എഴുന്നേറ്റ് ഓടിത്തുടങ്ങുന്നു. അനാക്കോണ്ടയുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. ഒടുവിൽ അത് കാട്ടുപന്നിയെ വിഴുങ്ങുന്നു. ആ അവസരം ഉപയോഗിച്ച് എല്ലാവരും കാട്ടിനുള്ളിലേക്ക് ഓടി ഒളിക്കുന്നു. അവിടെ എത്തി ശ്വാസം വീണ്ടെടുക്കുമ്പോൾ ഗ്രിഫ് ഒടുവിൽ തന്റെ തെറ്റ് സമ്മതിക്കുന്നു. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് എല്ലാം ഇങ്ങനെ ആയതെന്ന് പറയുന്നു. ഡഗും അത് അംഗീകരിക്കുന്നു. പിന്നീട് ഡഗ് ചോദിക്കുന്നു, തന്റെ വായിൽ മരിച്ച അണലിയെ വെച്ചത് ആരുടെ ആശയമായിരുന്നുവെന്ന്. കെനി അത് സംഘത്തിന്റെ കൂട്ടായ തീരുമാനമായിരുന്നുവെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ ഡഗിന് വ്യക്തമാണ് ആ ആശയം കെനിയുടേതാണെന്ന്. ഒടുവിൽ അവർ ചിത്രീകരണ സ്ഥലത്തെത്തുന്നു. എല്ലാം പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഗ്രിഫ് ഒരു വാക്കി ടോക്കി കണ്ടെത്തുന്നു. മറുവശത്ത് ശബ്ദമുണ്ട്, പക്ഷെ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ തന്നെ അവരുടെ പിന്നിൽ പാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു. അപ്രതീക്ഷിതമായി ആരോ വെടിയുതിർക്കുന്നു. ഇരുണ്ട ഭാഗത്തു നിന്ന് വെടിവെച്ച ഒരാൾ പുറത്തേക്ക് വരുന്നു. ഐസ് ക്യൂബ്. ഇരുണ്ട ഭാഗത്ത് ഒളിച്ചിരുന്നാണ് അദ്ദേഹം പാമ്പിനെ ഒഴിവാക്കിയതെന്ന് പറയുന്നു. അദ്ദേഹം ചിത്രീകരണത്തിൽ ഇരിക്കുമ്പോഴാണ് പാമ്പ് ആക്രമിച്ചതെന്നും കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ടതെന്നും വിശദീകരിക്കുന്നു. ജെന്നിഫറിനെയും എറിക്കിനെയും കുറിച്ച് ചോദിച്ചപ്പോൾ അവർ സുരക്ഷിതരായിരിക്കുമെന്നാണ് പറയുന്നത്. ചിത്രീകരണ സംഘം ഒരുക്കിയിരുന്ന പൈറോടെക്നിക് ഉപകരണങ്ങളെല്ലാം പാമ്പാക്രമണത്തിൽ നഷ്ടമായതായും അറിയുന്നു. ഡഗ് പറയുന്നു, ആ സ്ഫോടക സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ അനാക്കോണ്ടയെ കൊല്ലാനാകും. അതെങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് കെനിക്കറിയാം. ഐസ് ക്യൂബ് ലോപ്പസിനെ രക്ഷിക്കാൻ പുറപ്പെടുന്നു. പോകുന്നതിന് മുമ്പ് കെനി ഒരു ഫോട്ടോ ചോദിക്കുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് സമ്മതിക്കുന്നു. തന്റെ തോക്കും അവിടെ വെച്ച് അദ്ദേഹം പോകുന്നു. ഗ്രിഫ് കെനിയിൽ നിന്ന് ഡിറ്റനേറ്റർ ഏറ്റെടുക്കുന്നു. ക്ലെയർ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നു. കെനി ക്യാമറകൾ സജ്ജമാക്കുന്നു. ഡഗ് ഗോൾഫ് കാർട്ട് ഓടിച്ച് അനാക്കോണ്ടയെ വലയിലാക്കാൻ തീരുമാനിക്കുന്നു. കാർട്ട് സ്ഫോടക വസ്തുക്കൾ ഒരുക്കിയ പ്രദേശത്തിലൂടെ കടന്നുപോകും. സ്ഫോടനം പാമ്പിനെ നശിപ്പിക്കുമെന്നതാണ് പദ്ധതി. എല്ലാം തയ്യാറാകുമ്പോൾ അനാക്കോണ്ട ആക്രമിക്കുന്നു. കാർട്ട് പരമാവധി വേഗത്തിൽ മുന്നേറുന്നു. പാമ്പ് പിന്നാലെ പായുന്നു. അപ്രതീക്ഷിതമായി കെനിക്ക് സിഗ്നൽ നഷ്ടപ്പെടുന്നു. പുതിയ സ്വിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഇതിനോടകം പാമ്പ് വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഗ്രിഫ് ബട്ടൺ അമർത്തുന്നു. പക്ഷേ സ്ഫോടനം സംഭവിക്കുന്നില്ല. സ്വിച്ച് ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് കെനി തിരിച്ചറിഞ്ഞ് ഉടൻ ശരിയാക്കുന്നു. പാമ്പ് ആക്രമിക്കാൻ ഒരുങ്ങുന്ന നിമിഷം വൻ സ്ഫോടനമുണ്ടാകുന്നു. എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ അനാക്കോണ്ട ഇപ്പോഴും ജീവനോടെയാണെന്ന് മനസ്സിലാകുന്നു. കാർട്ട് ചെളിയിൽ കുടുങ്ങുന്നു. അവർ പുറത്തിറങ്ങുന്നു. മുന്നിൽ വഴിയില്ല. പാമ്പ് വീണ്ടും അടുത്തെത്തുന്നു. എല്ലാം അവസാനിച്ചതുപോലെ തോന്നുന്നു. അപ്പോൾ ഗ്രിഫ് പതുക്കെ മുന്നോട്ട് നീങ്ങി തോക്കുയർത്തി ഇന്ധന ബാരലുകളിലേക്ക് വെടിവെക്കുന്നു. വൻ സ്ഫോടനമുണ്ടായി. അനാക്കോണ്ട കഷണങ്ങളാകുന്നു. എല്ലാവരും ആശ്വാസനിശ്വാസം വിടുന്നു. എന്നാൽ പാമ്പിന്റെ തല വീണ്ടും ഉയർന്ന് ഗ്രിഫിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ നിമിഷം ഡഗ് ചാടിയെത്തി തന്റെ മകൻ നിർമ്മിച്ചിരുന്ന പ്രതിമ കൊണ്ട് അതിനെ കുത്തി അവസാന പ്രഹരം നൽകുന്നു. അവസാനം എല്ലാവരും സുരക്ഷിതരാകുന്നു. പുതിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തോടെ അവരൊരുമിച്ച് മുന്നോട്ട് നടക്കുന്നു. ഒടുവിൽ സിനിമ പൂർത്തിയാകുന്നു. പട്ടണത്തിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിക്കുന്നു. ചിത്രം അവസാനിക്കുമ്പോൾ മുഴുവൻ പ്രേക്ഷകരും കയ്യടിയോടെ അഭിനന്ദിക്കുന്നു. അതിനുശേഷം ഗ്രിഫും ക്ലെയറും തമ്മിലുള്ള സൗഹൃദം പ്രണയമായി മാറി. പിന്നീട് അവർ വിവാഹിതരാകുന്നു. അവരുടെ വിവാഹ വീഡിയോ തയ്യാറാക്കിയത് ഡഗ് തന്നെയാണ്. ഗ്രിഫിന് തന്റെ ടെലിവിഷൻ പരിപാടിയിൽ വീണ്ടും അവസരം ലഭിക്കുന്നു. കെനി ഒടുവിൽ പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കാനുള്ള ഭയം പോലും ജയിക്കുന്നു. ഒരു ദിവസം ഡഗ് ജോലി ചെയ്യുന്നതിനിടെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ജെന്നിഫർ ലോപ്പസ്. അവരുടെ ചെറിയ സിനിമ കണ്ടതായും വലിയ ആരാധികയായെന്നും അവൾ പറയുന്നു. പുതിയ അനാക്കോണ്ട പതിപ്പ് എഴുതാനും സംവിധാനം ചെയ്യാനും ഡഗിനോട് ആവശ്യപ്പെടുന്നു. അതേസമയം കാട്ടിന്റെ ആഴത്തിൽ സാന്റിയാഗോ കണ്ണു തുറന്ന് എഴുന്നേറ്റ് നിലവിളിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവനോടെ. ഗൈസ്, പടം ഇഷ്ടമായോ? ആക്ച്വലി ആവറേജ് ആണ് പടം, എങ്കിലും വൺ ടൈം വാച്ചബിൾ ആണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പ്ലെയിനിങ് വീഡിയോ ആണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഏത് മൂവി വേണ്ടതെന്ന് കമന്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.